അമേരിക്കയിലെ 4 സംസ്ഥാനങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം. ടെക്സസിലെ പൊടിക്കാറ്റിനെ തുടർന്നുണ്ടായ കാർ അപകടത്തിൽ 3 മരണം ഉൾപ്പെടെ 27 പേർ മരിച്ചെന്ന് റിപ്പോർട്ടുകളുള്ളത്. ചുഴലിക്കാറ്റിൽ ഏറ്റവും അധികം നാശനഷ്ടം വിതച്ച മിസോറയിൽ 14 പേർ മരിച്ചു. 26 ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടതായി മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവയൊന്നും നിലം തൊട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മിസോറയിൽ പലയിടങ്ങളിലും ഇനിയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ സുരക്ഷിത സ്ഥാപനങ്ങളിൽ മാറി താമസിക്കണമെന്നും പ്രദേശവാസികൾക്ക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ യുഎസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. മിസോറി, അർക്കൻസാസ്, ടെക്സസ്, ഒക്ലഹോമ എന്നിവ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ച സംസ്ഥാനങ്ങൾ. വെള്ളിയാഴ്ച കാൻസാസിലെ ഒരു ഹൈവേയിൽ ചുഴലിക്കാറ്റിൽ 50ലധികം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. ശനിയാഴ്ച വൈകുന്നേരം മുതൽ കാലാവസ്ഥ കൂടുതൽ രൂക്ഷമായി. അർക്കൻസാസ്, ജോർജിയ എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒക്ലഹോമയിൽ 689 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കത്തി നശിക്കുകയും കാറ്റിനെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന തീപിടുത്തത്തിൽ 300 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.